Conversation A. Tom seemed to become nervous when he noticed the time. സമയം അദ്ദേഹം ശ്രദ്ധിച്ച സമയത്ത് ടോം വല്ലാതെ നെർവസായി, വല്ലാതെ നെർവസായി എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഡെസ്പൊക്കായിട്ട് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥക്കാണ് നെർവസ് എന്ന് പറയാം. സമയം നോക്കിയാൽ അയാൾ ഭയങ്കര നെർവസായി. ഹി സ്പോക്ക് നെർവസ്ലി ടു. അദ്ദേഹം സംസാരിച്ചതും വളരെ ഒരു നെർവസ് ആയിട്ടാണ്, വളരെ ഒരു ആത്മവിശ്വാസമൊക്കെ കുറഞ്ഞിട്ട്. ഐ തോട്ട്, ഞാൻ വിചാരിച്ചു, ഞാൻ കരുതി. ഐ നോട്ടീസ് ഹി മെയ്ഡ് എ ക്വിക്ക് ഡിപ്പാച്ചർ ആഫ്റ്റർവേർഡ്. ഉടനെ തന്നെ അദ്ദേഹം അവിടുന്ന് എന്തായിട്ടുണ്ട്, മെല്ലെ അവിടുന്ന് കഴിച്ചിലായിട്ടുണ്ട്. യെസ്, ഹി ഡിഡ് ലീവ് റാദർ ക്വിക്ക്ലി ഡിഡിൻ ഹി. അദ്ദേഹം പെട്ടെന്ന് എന്താക്കി, അവിടുന്ന് വിട്ടു. അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ. കോൺസെഷൻ ബി. ഇറ്റ്സ് എ ഡയറക്ടർ എ വെൽ എഡ്യൂക്കേറ്റഡ് മാൻ. സംവിധായകൻ അല്ലെങ്കിൽ ആ ഡയറക്ടർ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണോ? യെസ്, ഹീസ് എ ഗുഡ് എഡ്യൂക്കേഷൻ. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ഈസ് ഹി എ വെരി എഫിഷ്യൻറ്റ് പേഴ്സൺ ഓൺ ദ ജോബ്. അദ്ദേഹം ജോലിയിൽ നല്ല എഫിഷ്യൻ്റ് ആണോ, കാര്യക്ഷമതയുള്ള ആളാണോ? യെസ്, ഹി ഓൾവേസ് സീംസ് ടു ഡു തിങ്സ് എഫിഷ്യൻ്റ്ലി. അതെ, അദ്ദേഹം എല്ലാം വളരെ എഫക്റ്റീവായിട്ടാണ്, എഫിഷ്യൻ്റ് എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ചെയ്യാറുള്ളത്. കോൺസെഷൻ സി. വാസ് ദ മാൻ ആംഗ്രി. അയാൾ ദേഷ്യം പിടിച്ചിരുന്നു. യെസ്, ഹി ഷൗട്ടഡ് അറ്റ് അസ് വെരി ആംഗ്രിലി. അദ്ദേഹം വളരെ ദേഷ്യത്തോടെ നമ്മളോട് ഒച്ചയെടുത്തു. വേർ പീപ്പിൾ കം അബൌട്ട് ഇറ്റ് ഓർ നോട്ട്. ആളുകൾ അതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ്, ശാന്തമായി നിന്നോ അല്ലെങ്കിൽ പ്രതികരിച്ചോ? മോസ്റ്റ് ഓഫ് us took it quite calmly. നമ്മളതൊക്കെ ഒരു ശാന്തമായിട്ട് അതിനെ എടുത്തിട്ടുള്ളൂ. നമ്മളാരും പ്രശ്നം ഉണ്ടാക്കിയില്ല, കൂടുതൽ ആൾക്കാരും. കോൺസെഷൻ ഡി. ഹെലൻ ഈസ് എ കാം പേഴ്സൺ. ഹെലൻ ഒരു ശാന്ത പ്രകൃതക്കാരനാണ്. I've noticed she always speaks calmly. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, അവളെല്ലായ്പ്പോഴും വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കാറ്. She also seems sensible about things. ഓക്കെ. കോൺസെഷൻ ഡി. ഷി ആൾസോ സീംസ് സെൻസിബിൾ അബൌട്ട് തിങ്സ്. അവൾ കാര്യങ്ങളൊക്കെ വളരെ സെൻസിബിളായിട്ട് ആലോചിച്ച് ബുദ്ധിപൂർവ്വമാണ് കൈകാര്യം ചെയ്യുക. യെസ്, ഷി ഓൾവേസ് ഹാൻഡിൽസ് തിങ്സ് സെൻസിബിളി ഇൻ മൈ ഒപ്പീനിയൻ. വളരെ ബുദ്ധിപൂർവ്വമാണ് അവൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക, അതാണ് എൻ്റെ അഭിപ്രായത്തിൽ. കോൺസെഷൻ ഇ. മിസ്റ്റർ വൈറ്റ് ലുക്ക്ഡ് ആങ്ഷ്യസ്. ഡോണ്ട് യു തിങ്ക്? മിസ്റ്റർ വൈറ്റ് വല്ലാതെ അസ്വസ്ഥനായിരുന്നു, ആശങ്കയുള്ള അവസ്ഥയിലായിരുന്നു. എന്താ നിൻ്റെ അഭിപ്രായം? യെസ്, ഹി വാസ് പേസിങ് ദ ഫ്ലോർ ആങ്ഷ്യസ്ലി വെൻ ഐ സോ ഹിം. ഞാൻ അദ്ദേഹത്തെ കണ്ട സമയത്ത് അദ്ദേഹം ഇങ്ങനെ വളരെ എന്തോ ആകുലപ്പെട്ടുകൊണ്ട് പിന്നെ ഫ്ലോറിലൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. യെസ്, ഹി ആൾവേസ് സോ ഇമോഷണൽ അബൌട്ട് മേക്കിംഗ് സ്പീച്ചസ്. പൊതുവേ അദ്ദേഹം പ്രസംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഭയങ്കര വൈകാരികമാവാറുണ്ടോ? പ്രസംഗങ്ങൾ ഉണ്ടാക്കുക അല്ലെ പ്രഭാഷണങ്ങൾ ഉണ്ടാക്കുക, അതേ ബന്ധപ്പെട്ടൊക്കെ. യെസ്, ഹി ഗെറ്റ്സ് വെരി ഇൻവോൾവ് ഇമോഷണലി. യെസ്, അദ്ദേഹം അത്തരം സ്പീച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ വല്ലാതെ വൈകാരികമായിട്ട് ഇൻവോൾവ് ആവാറുണ്ട്. ഓക്കെ. എക്സസൈസ് നമ്മൾ സ്കിപ്പ് ചെയ്യാം. കോൺസെഷൻ എ. ഡസ് പീറ്റർ ആൾവേസ് സ്പീക്ക് റാപ്പിഡ്ലി. പീറ്റർ എല്ലായ്പ്പോഴും വളരെ വേഗത്തിലാണ് സംസാരിക്കാറ്. യൂഷ്വലി ഹി ഡസ്. സാധാരണ അങ്ങനെയാണ്. ബട്ട് നോട്ട് വെൻ ഹി മേക്സ് സ്പീച്ചസ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അങ്ങനെയല്ല, അന്നേരം ഒരു നോർമലായിട്ടാണ്. ഹീസ് എ ഗുഡ് സ്പീക്കർ. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്. ആൻഡ് ഹിസ് പ്രൊനൗൺസിയേഷൻ ഈസ് എക്സലൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഉച്ചാരണം വളരെ നല്ലതാണ്, സൂപ്പറാണ്. ഹി ഡസ് പ്രൊനൗൺസ് വേർഡ്സ് വെൽ. അദ്ദേഹം എന്ത് ചെയ്യും, നല്ല രീതിയിൽ വാക്കുകളൊക്കെ ഉച്ചരിക്കും. ഡസൻ ഹി? അങ്ങനെ തന്നെ അല്ലേ അദ്ദേഹം. കോൺസെഷൻ ബി. വാസ് ദ പ്രസിഡൻറ്റ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട്സ്. റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ ഫലം അല്ലെങ്കിൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് 100% സംതൃപ്തനാണോ? യെസ്, ഹി വാസ്. അതെ, അദ്ദേഹം ആയിരുന്നു. ഹി എക്സ്പ്രസ്ഡ് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ. അദ്ദേഹത്തിന് സമ്പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിഡ് ഹി അനൗൺസ് ദ റിസൾട്ട് ഓഫ് അവർ വർക്ക് ഫോർമലി. നമ്മളുടെ അധ്വാനത്തിൻ്റെ റിസൾട്ട് ഒഫീഷ്യലായിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ടോ? യെസ്, ഹി ഡിഡ്. അദ്ദേഹം അനൗൺസ് ചെയ്തു. ഹി മെയ്ഡ് എ ഫോർമൽ അനൗൺസ്മെൻറ്റ്. അദ്ദേഹം ഒരു ഫോർമൽ അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. കോൺസെഷൻ ഡി. ഡിഡ് യു കൺസിഡർ എവറിത്തിങ് ഇംപാർഷ്യലി. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ടാണോ പരിഗണിക്കാറ്? യെസ്, ഐ ട്രൈ ടു ഗിവ് എവറിത്തിങ് വെരി ഇംപാർഷ്യൽ കൺസിഡറേഷൻ. വളരെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. യു ട്രീറ്റഡ് ദ മാറ്റർ കോഷ്യസ്ലി. ഐ സി. വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ആ കാര്യം കൈകാര്യം ചെയ്തു, ഞാൻ കണ്ടു.
അല്ലെങ്കിൽ ഞാൻ നോക്കിക്കാണുന്നു. വെൽ ഇറ്റ് ഡെഫിനറ്റ്ലി കോൾഡ് ഫോർ കോഷ്യസ് ട്രീറ്റ്മെൻറ്റ്. അതെ, യഥാർത്ഥത്തിൽ അത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു. Concession D. Did the chairman make a recommendation to oppose the changes? മാറ്റങ്ങളൊക്കെ എതിർക്കാൻ എന്നൊക്കെ റെക്കമെൻഡേഷൻ ചെയർമാൻ നടത്തിനോ? യെസ്, ആൻഡ് ഹി റെക്കമെൻഡഡ് ഓപ്പോസിഷൻ ടു ദ ന്യൂ പ്രൊപ്പോസൽ. അതായത് പ്രതിപക്ഷ പാർട്ടിക്ക് അദ്ദേഹം പുതിയ പ്രൊപ്പോസൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. വാസ് ദർ എനി ക്രിറ്റിസിസം ഓഫ് ദ പ്രൊപ്പോസൽ? അതിനെതിരെ വിമർശനം ഉയർന്നിരുന്നോ? യെസ്, സം പീപ്പിൾ ക്രിറ്റിസൈസ്ഡ് ഇറ്റ് ആൻഡ് പ്രൊപ്പോസ്ഡ് ഫർദർ സ്റ്റഡി. ചില ആളുകളൊക്കെ അതിനെ വിമർശിക്കുകയും അത് വീണ്ടും പഠിക്കാൻ വേണ്ടി അയക്കണം എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. കോൺസെഷൻ ഇ. ദ ബോയ്സ് ബിഹേവ്ഡ് ബാഡ്ലി ആൻഡ് ഡിസേർവ്ഡ് പണിഷ്മെൻറ്റ്. വളരെ മോശമായിട്ടാണ് ആൺകുട്ടികൾ പെരുമാറുക, അതുകൊണ്ട് തന്നെ അവരെന്തായിട്ടുണ്ട്, ശിക്ഷക്ക് അർഹരുമാണ്. ആഫ്റ്റർ ദ പാർട്ടി ദെയർ പാരൻസ് പണിഷ്ഡ് ദം ഫോർ ദെയർ ബാഡ് ബിഹേവിയർ. പാർട്ടിക്ക് ശേഷം അവരുടെ രക്ഷിതാക്കൾ അവരുടെ മോശം സ്വഭാവത്തിന് അവരെ ശിക്ഷിച്ചു. ഡിഡ് ദേ അപ്പോളജൈസ് ഫോർ ദെയർ റൂഡ് റിമാർക്സ്. അവരുടെ വളരെ പരുഷമായ അവരുടെ ആ പെരുമാറ്റത്തിന് അവർ മാപ്പ് പറഞ്ഞോ? യെസ്, ദേ മേഡ് ആൻ അപ്പോളജി ഫോർ ഹാവിങ് സ്പോക്കൺ സോ റൂഡ്ലി. അങ്ങനെ വളരെ പരുഷമായിട്ട് മോശമായി സംസാരിച്ചവർക്ക് അവർ ക്ഷമാപണം നടത്തി. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ്.